ഹായ് ഹലോ. ഇന്ന് ഞായറാഴ്ച രാവിലെ ഞങ്ങൾ ചർച്ചിലൊക്കെ പോയിട്ട് കുർബാനയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പെട്ടെന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾക്ക് ഇന്നൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്. ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഒരു കൊച്ചിൻ്റെ എൻഗേജ്മെൻ്റാണ്. പക്ഷേ പള്ളിയിൽ പോകുന്നത് മുടക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് പള്ളിയിൽ പോയിട്ട് കുർബാന കൊണ്ടിട്ട് പെട്ടെന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളങ്ങനെ ഇപ്പം എൻഗേജ്മെൻറ്റിന് പോവാം. അപ്പോൾ നമുക്ക് പോയിട്ട് വന്നാലോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ചെറിയൊരു വ്യൂ തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ എടുത്താൽ കേട്ടോ. ഞങ്ങളുടെ വീടിന് അടുത്തായിട്ട് ഞങ്ങൾക്ക് നടന്നു വരാനാണെങ്കിൽ നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ മലബാർ ഗോൾഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ മലബാർ ഗോൾഡ് ഒന്ന് കാണിക്കാം. പിന്നെ ഞങ്ങളുടെ റോഡിൻ്റെ റഷും പിന്നെ എപ്പോൾ നോക്കിയാലും തിരക്കാട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ബാംഗ്ലൂരിൽ ഞങ്ങൾ ഏത് സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാലും ഫുള്ള് ജാമായിട്ട് കിടക്കും റോഡിൽ. ഇപ്പോൾ ഈ റോഡിൽ ഈ കിടക്കുന്ന വണ്ടികൾ മുന്നോട്ട് പോയെങ്കിലേ ഞങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് തിരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് മലബാർ ഗോൾഡ് വരും. അപ്പോൾ അതിനെയും കൂടെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഐശ്വര്യ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഈ ഭാഗത്തുനിന്ന് എടുത്തത്. കാരണം വെച്ചാൽ ഇനി ഞങ്ങൾക്ക് സ്വർണ്ണം മേടിക്കാൻ ഒത്തിരി ദൂരമൊന്നും പോകേണ്ട കാര്യമില്ല കേട്ടോ. വീടിനടുത്തായിട്ട് തന്നെ ഞങ്ങൾക്ക് മലബാർ ഗോൾഡ് ഉണ്ട്. ഒരുപാട് കടകൾ ഇവിടെ ഉണ്ട്. ഇതിനപ്പുറത്തായിട്ട് ഡിമാർട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്തായാലും കുറേ തേടി പിടിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ. അവസാനം ഞങ്ങൾ എന്തായാലും ഇവിടെ എൻഗേജ്മെൻറ്റ് നടക്കുന്ന ഓഡിറ്റോറിയത്തിലെത്തി. ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ കുറേ ചേച്ചിമാരെ കാണാൻ പറ്റി. ഞങ്ങളുടെ പഴയ പരിചയക്കാരും നമ്മൾ ഈ വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത് നമ്മൾ പല വീടുകളിങ്ങനെ മാറി മാറി താമസിക്കുമ്പോൾ നമുക്കവിടെ പല ആൾക്കാരുമായിട്ട് പരിചയം. അതുകൊണ്ട് എനിക്കിവിടെ ഒരുപാട് മലയാളി ചേച്ചിമാർ പരിചയമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ വിളമ്പുന്നത് ഞങ്ങൾക്ക് പ്രിയപ്പെട്ടൊരു ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ എന്തോ തമാശ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ചിരിക്കുമായിരുന്നു. അപ്പോൾ അവർ ഓരോന്ന് വിളമ്പുന്നത് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ ഇപ്പുറത്തെ സൈഡിൽ അച്ഛൻ്റെ പെങ്ങളുടെ അടുത്ത് വന്നിരുന്ന് ആഹാരം കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പെൺകുട്ടി അവർ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെക്കനെ പെണ്ണിനെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റേജിൽ കയറിയതാട്ടോ. ഞങ്ങൾ പെണ്ണിൻ്റെ സൈഡിലെ ആൾക്കാരാണ്. ഇത് വന്നിട്ട് നമ്മളുടെ ഒരു ഇതേപോലെ ഫാമിലി ഫ്രണ്ട് ചേച്ചിയുടെ ചേട്ടൻ്റെ മകളാണ്. അപ്പോൾ അവളുടെ എൻഗേജ്മെൻ്റ് ആണ് ഇന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു 1-2 ഫോട്ടോസൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തല്ലോ. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവളുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു ഇന്ന്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ അപ്പൂസ് ഞങ്ങളുടെ കൂടെ ഊണ് കഴിക്കാനിരുന്നില്ല കേട്ടോ. അവൻ്റെ കുറേ ചേച്ചിമാരുണ്ട്. അവരുടെ കൂടെ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇരുന്നത്. ഇവരാണ് അവൻ കുഞ്ഞായിരുന്ന സമയം മുതൽ എടുത്തുകൊണ്ട് നടന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇവരെ ഭയങ്കര ഇഷ്ടം അവന്. ഇവരെല്ലാം ഞങ്ങൾ അപ്പൂസ് കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇവർ അടുത്തായിട്ടായിരുന്നു താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാം അവൻ്റെ കൂട്ടുകാരാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ക്യാമറയും കൊണ്ട് മുന്നിൽ നിൽക്കുമ്പോഴത്തേനും ആൾക്കാർ ഇങ്ങനെ ആഹാരം കഴിക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. ഞാൻ ക്യാമറ മാറ്റുമെന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തർ ആഹാരം കഴിക്കാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ കാണുന്ന ഇത്രയും പേര്. എന്നാൽ കൂടി ഞാൻ കുറേ നേരം ക്യാമറ അങ്ങനെ പിടിച്ചുകൊണ്ട് നിന്ന് ഇവർ ഊണ് കഴിക്കുന്നത് ഞാൻ എടുത്തേ അടങ്ങൂ എന്നുള്ള ഒരു ഇതിൽ അവസാനം കുറേ നേരം ക്ഷമ കെട്ടിയിട്ട് പിന്നെ എൻ്റെ കൊച്ചുങ്ങൾ ആഹാരം കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ വെറുതെ എൻ്റെ വീട്ടു വിശേഷങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഇന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇവിടെ എൻ്റെ ചേച്ചിമാരും എല്ലാം ഇവിടെ നിന്ന് സ്വകാര്യങ്ങളൊക്കെ പറയുന്നു. ഇതാണ് പെങ്കൊച്ചിൻ്റെ അമ്മ സൈ ചേച്ചി. പിന്നെ ഇത് പെൺകുട്ടി സ്റ്റേജിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് അപ്പോൾ അവളുടെ ഫ്രണ്ടിനോട് ഇരുന്ന് വർത്താനം പറയുന്നു. ഇപ്പുറത്ത് നമ്മുടെ ഒരു ചേച്ചിയാണിത്. അത് കഴിഞ്ഞിട്ട് അപ്പൂസിൻ്റെ കൂടെ നിന്നിട്ട് അവൾ അന്നിട്ട് വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരെ ടേക്ക് കെയർ. ബൈ.